ഈ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിലാണ് ആ കുട്ടി മരണപ്പെടുകയുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഫാറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പട്ടിണി കിടക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫാറ്റ് ഗെയിൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള കലോറിനേക്കാളും കൂടുതൽ കലോറി നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ് അത് ഫാറ്റായി സ്റ്റോർ ആവുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കലോറി ഉണ്ടാവും. ആ കലോറിനെ വെച്ച് 100 200 മാക്സിമം ഒരു 300 കലോറി. ഈ 300 കാലോറീസ് നിങ്ങൾ കുറച്ച് കഴിക്കുള്ളൂ. അല്ലാണ്ട് ഒരു നേരത്തെ 2 നേരം ചോറായി തിന്നില്ല, 2 നേരം ഫുഡില്ല, മറ്റേ അങ്ങനെയല്ല നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. ഭക്ഷണം കഴിച്ചിട്ട് പ്രോപ്പർ പ്രോട്ടീൻ, വൈറ്റമിൻസ്, അതുപോലെ തന്നെ ഫൈബർ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉള്ളിലോട്ട് കഴിച്ച് തന്നെയാണ് ഈ പറയുന്ന ഉള്ളിലോട്ട് കഴിച്ചാൽ തന്നെയാണ് ഈ പറയുന്ന ഫാറ്റ് ലോസ് സംഭവിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കണ പോലെ പട്ടിണി കിടന്നുകൊണ്ടൊന്നും ഫാറ്റ് ലോസ് ആവും. പട്ടിണി നിങ്ങൾ മെലിഞ്ഞ് മെലിഞ്ഞ് പോകും, നിങ്ങളുടെ എല്ലാം പോകും, ഫാറ്റും പോവും, ബാക്കിയുള്ള എല്ലാം പോവും. അത് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പട്ടിണി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിക്കോ. നല്ലൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു ഫിസിക്കൽ ട്രെയിനറിന്റെ അടുത്ത് പോവുക, ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ വല്ല ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. എന്നിട്ട് മാത്രം ഈ പറയുന്ന ഫാറ്റ് ലോസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഫാറ്റ് ലോസ്, വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ലൊരു നല്ലൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫിസിക്കൽ ട്രെയിനർ ഇവരുടെ അടുത്ത് പോവുക, നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട് എടുക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഡയറ്റ് ഉണ്ടാക്കുക. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് ഈ പറയുന്ന സംഭവം വലിയ ഇതൊന്നും അല്ലേ. ഫാറ്റ് ലോസ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വമ്പൻ കാര്യമൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് നടക്കണം എന്നൊന്നും വിചാരിക്കേണ്ട. സമയം എടുത്തിട്ട് തന്നെ ഇതൊക്കെ സംഭവിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഓരോ ആൾക്കാരുടെ ബോഡി ഡിഫറെന്റ് ആണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 3 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും, ചില ആൾക്കാർക്ക് 6 മാസവും. കൺസിസ്റ്റൻസി വേണം. നല്ലോണം കൺസിസ്റ്റന്റ് ആയിരുന്നു ചെയ്താൽ അതൊക്കെ പറ്റും. മനസ്സിലാകണ്ടോ? ഇത്രയും വിവരമുള്ള ആൾക്കാരില്ല നമ്മുടെ കേരളത്തിലെ ആൾക്കാർ. എന്നിട്ട് ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? മനസ്സിലാക്കിയോ? ഫാറ്റ് ലോസിന് വേണ്ടി പട്ടിണി കിടക്കല്ല ചെയ്യേണ്ടത്, പ്രോപ്പർ ന്യൂട്രീഷനാണ് വേണ്ടത്. ഓക്കെ, ബൈ.